എൻ്റെ പേര് സജി പുളിമുട്ടിൽ. ഞാനൊരു പ്രവാസിയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് 18 മണിക്കൂർ 50 ഡിഗ്രി ചൂടിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ അധ്വാനമാണ് കേളമംഗലത്തെ സജിത്ത് എന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ നിക്ഷേപിച്ചത്. എൻ്റെ കൂടെയുള്ള എൻ്റെ മാതാവ് കഴിഞ്ഞ വർഷം ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരം സജിത്ത് എല്ലാ ദിവസവും ഞങ്ങളെ ഫോണിൽ കൂടെ മെസ്സേജുകൾ വഴി, മോഹന വാഗ്ദാനങ്ങൾ വഴി ഞങ്ങളെ നമ്മളുടെ ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ അവധിക്ക് വന്നിട്ട് ഇത്രയും നാളായിട്ട് ഒരു ദിവസം പോലും പുള്ളി നമ്മളെ കേൾക്കാനോ യാതൊരുവിധ സഹായമോ ഒരു നടപടിയും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങള് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സംഘം ചേർന്ന് നമ്മളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പിള്ളേര് നാളെ കൊള്ളേണ്ട തണലാണ് ഇയാൾ ഇന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖശീതളമയിലുള്ള ജീവിതം. അതുകൊണ്ട് എല്ലാവരും കഴിവതും ആവുന്ന തവണ എല്ലാവരും പെട്ടെന്ന് ഇതിനെതിരെ റിയാക്ട് ചെയ്യേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷയാണ്, എല്ലാവരും ഇത് വളരെ വളരെ ഈവൻ അധികാരികളോടും നമ്മൾ വളരെ ന്യായമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. എല്ലാവരും ഇതൊരു വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ അപേക്ഷയായി കരുതി നാളെ പന്നിമറ്റം, ചാന്നാനിക്കാട് ഭാഗങ്ങളിൽ ഇതൊരു വലിയൊരു സാമൂഹിക വിപത്തായിട്ട് മാറാതെ ഇതിൽ നിന്ന് ജനങ്ങളെ കരകയറ്റാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം വളരെ താഴ്മയായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്. എനിക്ക് അപ്പനും ഇല്ല, അമ്മയില്ല, ആങ്ങളില്ല, ആരുമില്ല, കെട്ടിച്ചിട്ടുമില്ല. ഞാൻ മരുന്നിന് വേണ്ടിയിട്ടാണ് ആ പൈസ അവിടെ കൊണ്ടിട്ടത്. മാസം എനിക്ക് പലിശ തന്നോണ്ടിരുന്നതാണ്. ഇപ്പം 2-3 മാസമായിട്ട് എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ല. മരുന്ന് മേടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് ആദ്യം 2-3 മാസം മുമ്പേ പറഞ്ഞു, ചേച്ചിക്ക് ഒരു 25,000 രൂപ വെച്ച് തട്ടേന്ന് ചോദിച്ചു. ഞാൻ അതും അവരോട് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 25,000 രൂപ വെച്ചാണെങ്കിൽ അതും എനിക്ക് മരുന്നിന് മേടിക്കാണ്ടാവും. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചിട്ട് പിറ്റേ മാസം ചെന്നപ്പോൾ അവരെനിക്ക് അതും തന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ കണ്ണിനൊക്കെ ഞരമ്പിന് കേടായിരുന്നു. ഇതിൽ ചെന്ന് കാണിച്ചപ്പോൾ ലേസർ അടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരത്തേക്കിനോട് ചെന്ന് പറഞ്ഞു എനിക്കൊരു 10,000 രൂപ തരണമെന്ന് പറഞ്ഞു. 10,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഇല്ല, 10 പൈസ പോലും ഇല്ല, സാറ് വരുന്നില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഞാൻ എടുത്ത് ചാടുമെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ശവം കൊണ്ട് പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് പൈസ തന്നു. അവരെന്നാലും എങ്ങനെയോ എനിക്ക് 10,000 രൂപ തന്നു. അങ്ങനെ അതുകൊണ്ട് പോയി ഞാൻ കണ്ണ് ലേസർ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കണ്ണിന് പൈസ വേണമെന്ന് പറഞ്ഞു ചെന്നപ്പോഴത്തേക്കിന് പിന്നെ പറഞ്ഞ് പൈസ ഇല്ല, ഇനി ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ്റെ ഇല്ല മുന്നിയെന്ന് പറയുന്നു. പിന്നെ ഇന്ന് വരെ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പൈസ കിട്ടണത് 50,000 രൂപ തരാനുണ്ട്. ഞാൻ 1 വർഷമായി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എൻ്റെ വീട് വെച്ചുകൊണ്ടിരിക്കുവാണ്. വീട് വെക്കാനായിട്ട് പൈസ ഇല്ലാതെ ഈ പൈസ എടുത്ത് വീട് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ സാറ് പറയുന്നത് അടുത്ത മാസം വാ, 30-ാം തീയതി വാ, അത് കഴിഞ്ഞ് 30-ാം തീയതി ചെല്ലുമ്പോഴത്തേക്ക് പറയും അടുത്ത 30-ാം തീയതി വാ. അങ്ങനെ ഓരോ ദിവസം അവധി പറഞ്ഞ് ലാസ്റ്റ് എന്നോട് 4 മാസമാണ് പറഞ്ഞേക്കുന്നത്. ഈ വീടിന്റെ പണി എങ്ങനെ തന്നെ കിടക്കും, ഈ പൈസ കിട്ടാത്തത്രയും കാലം വീട് പണിയാൻ പറ്റാതിരിക്കും. അതെല്ലാം പറഞ്ഞിട്ടാണ് ഈ സാറിനോട് പറഞ്ഞത് നിഷയുടെ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളുമായിട്ട് ഈ സാറ് പൈസ തന്നിട്ടില്ല. വീടിന്റെ പണി അങ്ങനെ തന്നെ കിടക്കുക. ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ ആ വീടിന്റെ പണി പകുതി വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നെല്ലാം ഞാൻ ആ സാറിനോട് പറഞ്ഞെങ്കിലും എന്നെ ഓരോ മാസവും എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടിരിക്കുവാണ് ഈ സാർ. ഇതുവരെയായിട്ട് എന്റെ കാശ് തന്നിട്ടുമില്ല. 18 വർഷം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ 17 വർഷം പണിത് ഉള്ള സമ്പത്ത് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എന്ന് കയറി ഇറങ്ങി നടന്ന് എനിക്ക് മരുന്ന് മേടിക്കാനായിട്ടും എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാനും വേണ്ടി ഞാൻ ഇട്ട പൈസയാണ്. അത് ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ ഇട്ടുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്. അവൻ്റെ വീട്ടിൽ വരെ ഞാൻ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. എൻ്റെ കൊച്ചിനും പഠിപ്പിക്കാനും എനിക്ക് മരുന്നിനും വേണ്ടിയാണ്. എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുമാണ്. എൻ്റെ ഭർത്താവ് ഇല്ലാത്തത് എല്ലാം അറിഞ്ഞ് ഞാൻ 17 വർഷം ജോലി ചെയ്ത പൈസയാണ് ഈ 1 ലക്ഷം രൂപ. 25 വർഷത്തിന് മുകളിൽ ഭരിച്ചുകൊണ്ട് ഈ ബാങ്കായിട്ട് ഈ പന്നിമറ്റത്ത് ഈ സ്ഥാപനത്തിൽ ഇവിടെ നിൽക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത ജംഗ്ഷനിൽ ഇല്ലുമ്പുഴ പറഞ്ഞ ജംഗ്ഷനിൽ ഒരു വീടിന്റെ താഴെ ഒരു കൊച്ചു മുറിയിലാണ് ഇവർ ഈ ബാങ്ക് തുടങ്ങുന്നത്, സജിത്ത്. അപ്പം അദ്ദേഹം ഞാൻ ആ ബാങ്കിൽ പോവുക, എനിക്ക് പണം വയ്ക്കാൻ മാത്രമാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പം
അയാളുടെ സംസാര രീതി കേട്ട് നമ്മളാകെ വീട് പോകും. നമ്മളോട് ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കും, സ്നേഹത്തോടെ സംസാരിക്കും, പന്നിമറ്റം കരയെ പറ്റി ചോദിക്കും. എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിന് ഇവിടെ വരാൻ വേണ്ടിയായിരുന്നു, അത് അറിഞ്ഞിരുന്നില്ല. ഇവിടെ എങ്ങനെ ആൾക്കാരെങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ആയിട്ട് നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കും. അങ്ങനെ എൻ്റെ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, 1 രൂപ ഇല്ല. പക്ഷെ 2 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഞാൻ പണയം വെച്ചിട്ടേക്കും. 2 ലക്ഷം രൂപ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പോകണ്ട, സ്വർണ്ണം കിട്ടിക്കോളും, അതുകൊണ്ട് ഈ പരിപാടിക്കോ സമര പരിപാടിക്കോ ഒന്നും പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഈ നിൽക്കുന്നതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ, എൻ്റെ നാട്ടുകാരാ. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 80 വർഷത്തിന് മേളായിട്ടുണ്ട് ഈ പന്നിമറ്റം കാലം വന്നിട്ട്. ഇവിടെ എന്നെ അറിയാൻ പറ്റുന്ന ആരും കാണത്തില്ല. ഞാൻ ആലോചിച്ചു, അവരുടെയൊക്കെ പൈസ പോയിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ വോട്ടർമാരെ ഇരിക്കുന്നതൊക്കെ, ഇതെല്ലാം വോട്ടർമാർ. ഈ വോട്ടർമാരായിട്ട് ഒരു ബന്ധവുമില്ല രാഷ്ട്രീയ കക്ഷികൾക്ക്. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്, പല രാഷ്ട്രീയ കക്ഷികളുണ്ട്. ആരെങ്കിലും ഒരു നോട്ടീസ് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? അവർക്കൊരു ബന്ധവുമില്ല ഇവിടെ നിൽക്കുന്നവരായിട്ട്. പൈസ നഷ്ടപ്പെട്ടവരായിട്ട് ഒരു ബന്ധവുമില്ലേ? എനിക്ക് എന്റെ പൈസ വീട്ടില്ല, ഞാനങ്ങ് മാറിയേക്കാം, അതാണോ ചെയ്യേണ്ടത്? ഇവിടെ കൂടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരോട് എന്തെങ്കിലും ഒരു സ്നേഹമോ കരുണയോ ഉണ്ടെങ്കിൽ, പൈസ വെച്ചവരോ സ്വർണം വെച്ചവരോ ഒന്നുമല്ല, ഈ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തണവരുടെ ഒക്കെ പോട്ടെ. ഇവിടെ വ്യവസായികളുണ്ട്. ഈ തുറന്നു വെച്ചിരിക്കുന്ന കടക്കയിലൊക്കെ നമ്മളാ പൈസ കൊണ്ട് കൊടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ പൈസയാണ് ഈ കടകളിലെല്ലാം പോകുന്നത്. ഏതെങ്കിലും ഒരു വ്യവസായി ഒരു നോട്ടീസ് ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഐക്യദാർഢ്യം കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കാണുന്നില്ല. അവരുടെ ഒന്നും ഒരു വാക്കുകളിവിടെ കാണുന്നില്ല. ഇവിടെ കുറച്ച് ആൾക്കാർ, പൈസ പോയ ആൾക്കാർ സങ്കടത്തോടെ നിൽക്കുക. ഞങ്ങൾ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് മോട്ടിച്ചതല്ല, കഷ്ടപ്പെട്ട് പാടുപെട്ട് ജോലിയെടുത്ത് ജീവിച്ച പൈസ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരാള് ഈ പന്നിമറ്റം കരയിലോട്ട് വന്ന്, ഈ സജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി പന്നിമറ്റം കരയിലോട്ട് വന്ന് ഇവിടെയുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പോയിരിക്കുക.